നമ്മൾ രാവിലെ എണ്ണീക്കുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യമാണ് ഷെയർ മാർക്കറ്റിലെ അപ്സ് ആൻഡ് ഡൗൺ. ചില ദിവസങ്ങളിൽ ഷെയർ മാർക്കറ്റ് നേരെ താന്നു പോകും, ചില ദിവസങ്ങളിൽ അത് നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് കുതിച്ചുയരുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷെയർ മാർക്കറ്റിൽ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതൊന്നും ആർക്കും വലിയ ധാരണ ഉണ്ടാവില്ല. എന്ന് വെച്ച് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. ഷെയർ മാർക്കറ്റിലെ ഇപ്പോൾ നടക്കുന്ന പല കാര്യങ്ങളും നമുക്കൊന്ന് വിശദമായി പരിശോധിച്ചുകൊണ്ട് ഷെയർ മാർക്കറ്റിലെ കുറച്ച് പ്രഡിക്ഷൻസ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആശയങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് താഴെ കമന്റ്സിലൂടെ അറിയിക്കാനും സാധിക്കും. നമ്മളെല്ലാവരും നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ലോൺ എടുക്കുന്നവരാണ്. ഈ ലോൺ എടുക്കുമ്പോൾ ഏത് ബാങ്കിൽ ചെന്നാലും അവർ ആദ്യം ചെക്ക് ചെയ്യുന്നത് നമ്മുടെ സിബിൽ സ്കോർ ആണ്. സിബിൽ സ്കോർ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ലോൺ കിട്ടാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. എന്നാൽ ഈ ലോൺ കിട്ടിക്കഴിഞ്ഞവർക്കും അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് മേടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ സിബിൽ സ്കോർ നന്നേ താന്നാണെങ്കിലും ലോണിന്റെ പൈസ അടയ്ക്കാതെയാണെങ്കിലും സിബിൽ സ്കോർ മെച്ചപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ലോൺ എടുക്കാം എന്നുള്ളൊരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അത്യാവശ്യമായി ഒരു ലോൺ എടുക്കാൻ നോക്കുമ്പോൾ സിബിൽ സ്കോർ കുറവായതുകൊണ്ട് ലോൺ കിട്ടുന്നില്ല. ഇന്ത്യയിൽ ക്രെഡിറ്റ് യോഗ്യത നിശ്ചയിക്കുന്ന പ്രധാന ഘടകമാണ് ഈ സിബിൽ സ്കോർ. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ സിബിൽ സ്കോർ നിങ്ങൾക്ക് സുഖമായിട്ട് കൂട്ടാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മികച്ച രീതിയിൽ ക്രെഡിറ്റ് നിലനിർത്തുക എന്നുള്ളതാണ്. ക്രെഡിറ്റ് ഉപയോഗിക്കുകയും കൃത്യസമയത്ത് തിരിച്ചടയ്ക്കുകയും ചെയ്യുന്നത് വിശ്വസനീയതയും ഉത്തരവാദിത്വവും നിങ്ങൾക്കുണ്ടെന്ന് തെളിയിക്കുകയാണ്. ഇത് ക്രെഡിറ്റ് സ്കോറിനെ നല്ല രീതിയിൽ ഉയർത്താൻ സഹായിക്കും. രണ്ടാമത്തെ കാര്യമാണ് ചെറിയ കാര്യങ്ങൾക്ക് ലോൺ എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ചെറുതായി പല ഘടകങ്ങൾക്കും ലോൺ എടുക്കുന്നത് സാമ്പത്തിക അസ്ഥിരതയെ സൂചനയായി ബാങ്കുകൾ കണക്കാക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ സിബിൽ സ്കോറിനെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ തുകയൊക്കെ വേറെ എവിടെന്നെങ്കിലും മറിച്ചോ. നമുക്ക് ആവശ്യമുള്ളത് വലിയ വലിയ തുകയാണ്. ആ തുക ബാങ്കിൽ നിന്ന് നമുക്ക് എടുക്കാം. അടുത്ത കാര്യമാണ് നിങ്ങളുടെ ക്രെഡിറ്റ് പരിധി വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അതായത് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിന്റെ പരിധി ഉയർത്തി ചെലവുകൾ അതേ നിലയിൽ നിലനിർത്തുന്നത് ക്രെഡിറ്റ് ഉപയോഗ അനുപാതം കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. ഇത് ക്രെഡിറ്റ് സ്കോറിനെ മെച്ചപ്പെടുത്താനും വഴിയൊരുക്കുന്നുണ്ട്. നാലാമത്തെ കാര്യമാണ് ക്രെഡിറ്റ് വിനിയോഗ അനുപാതം നിലനിർത്തുക എന്നത്. അതായത് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗം മൊത്തം ക്രെഡിറ്റ് പരിധിയുടെ 30% താഴെ സൂക്ഷിക്കുന്നതായി നിർദ്ദേശിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ സിബിൽ സ്കോർ ഉയരാനും അത് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അടുത്തതാണ് നിങ്ങളുടെ വായ്പാ ബാധ്യതകൾ സമയത്ത് തിരിച്ചടയ്ക്കുക എന്നത്. അതായത് നിങ്ങൾ മുമ്പെടുത്തിട്ടുള്ള കാർഡുകളുടെ പൈസകളെല്ലാം പെട്ടെന്ന് തന്നെ തിരിച്ചടയ്ക്കാൻ ശ്രമിക്കുക. ക്രെഡിറ്റ് കാർഡ് ബില്ലുകളും വായ്പാ EMI-കളും സമയത്ത് അടയ്ക്കുന്നത് വളരെ അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ സിബിൽ സ്കോർ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അടുത്ത പോയിന്റാണ് ക്രെഡിറ്റ് കാർഡ് സ്ഥിരമായി നിരീക്ഷിക്കുക. ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റുകളും ക്രെഡിറ്റ് കാർഡ് റിപ്പോർട്ടുകളും നിരന്തരം പരിശോധിക്കുന്നത് പൊരുത്തക്കേടുകൾ കണ്ടെത്താൻ സഹായിക്കുന്നുണ്ട്. അതുവഴി നിങ്ങളുടെ സിബിൽ സ്കോറിനെ എത്രമാത്രം അത് അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതും കൃത്യമായി പരിശോധിക്കാൻ സാധിക്കും. അടുത്തതാണ് പുതിയ ക്രെഡിറ്റ് കാർഡിനുള്ള അപേക്ഷകൾ കുറയ്ക്കുക എന്നത്. ഓരോ പുതിയ ക്രെഡിറ്റ് അന്വേഷണവും നിങ്ങളുടെ സ്കോറിൽ ചെറിയ കുറവ് വരുത്തുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ 5 ക്രെഡിറ്റ് കാർഡ് ഉണ്ട് എന്ന് പറയുന്നതിനേക്കാളും നല്ലതാണ് നിങ്ങളുടെ സിബിൽ സ്കോർ കറക്റ്റ് ആണെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് കാർഡ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. എട്ടാമതാണ് സമയനിബിധമായി തിരിച്ചറിയുക. ക്രമാതീതമായ തിരിച്ചടവുകൾ നിങ്ങളുടെ സ്കോറിൽ വലുതായി പ്രതിഫലിക്കുന്നുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. സമയമല്ലെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത പോയിന്റാണ് വായ്പയുടെ കാലാവധി നീട്ടുക എന്നത്. വായ്പയുടെ കാലാവധി നീട്ടുന്നത് പ്രതിമാസ തിരിച്ചടവ് ബാധ്യത കുറയ്ക്കാൻ സഹായിക്കും. ഇത് തിരിച്ചടവ് സമയം പാലിക്കാൻ സഹായിക്കുകയും മികച്ച ക്രെഡിറ്റ് ചരിത്രം നിലനിർത്താൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. സിബിൽ സ്കോർ മെച്ചപ്പെടുത്താൻ എത്ര സമയം വേണം എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുകയാണ്. ക്രെഡിറ്റ് സ്കോർ മെച്ചപ്പെടുത്താൻ സാധാരണയായി 4 മുതൽ 12 മാസം വരെയാണ് സമയമെടുക്കുന്നത്. മുൻകാല തിരിച്ചടവുകളുടെ ചരിത്രം, തിരിച്ചടവുകളുടെ സ്ഥിരത എല്ലാം അനുസരിച്ചാണ് ഈ സമയം വ്യത്യാസപ്പെടുന്നത്. എന്നാണെങ്കിലും ഈ ഒരു കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നല്ല സിബിൽ സ്കോർ മെയിൻറ്റെയിൻ ചെയ്യാനും അതുവഴി നിങ്ങൾക്ക് സുഗമമായി വായ്പകൾ എടുക്കാനും സഹായിക്കുന്നുണ്ട്. ബാങ്കുകൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളുമാണ് സിബിൽ സ്കോറിന് വേണ്ടി നോക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ നല്ലൊരു സിബിൽ സ്കോർ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും.